നമസ്കാരം, ഞാൻ ഡോക്ടർ എൽസി ഉമ്മൻ, കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റാണ്. പ്ലാൻ ഐഡിയുടെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന പ്രോഗ്രാമിൽ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ ചില ടിപ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്ട്രെസ്സിനെ കുറിച്ചാണ്. എന്താണ് സ്ട്രെസ്സ്? അപ്രതീക്ഷിതമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ നമുക്ക് അനുകൂലമല്ലാതെ വരുമ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് സാധാരണ റിയാക്ട് ചെയ്യാറ്. ആ സമയത്ത് നമ്മുടെ ശരീരം ഒരു എമർജൻസി മോഡിലേക്ക് പോകുന്നു. അപ്പോൾ ഒന്നുകിൽ നമ്മൾ അതിൽ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിക്കാറുണ്ട്. അതായത് വാഹനമൊക്കെ ടോപ്പ് ഗിയറിലിട്ടിട്ട് നമ്മൾ സ്പീഡിൽ പോയി ഓടി മറയുന്നത് പോലെ, അല്ലെങ്കിൽ സകല ഊർജവും സമ്പാദിച്ച് നമ്മൾക്കുള്ള എല്ലാ റിസോഴ്സസും ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കുവാനും അല്ലെങ്കിൽ അതിനെ മറികടക്കുവാനും നമ്മൾ ശ്രമിക്കുന്നു. ഈ രണ്ട് അവസ്ഥയിലും ചില മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്നു. അതിനാണ് സ്ട്രെസ് എന്ന് പറയുന്നത്, അഥവാ മാനസിക സംഘർഷം, മാനസിക പിരിമുറുക്കം, സമ്മർദ്ദം എന്ന് പറയുന്നത്. ചെറിയ ഡോസിൽ സ്ട്രെസ് നല്ലതാണ്. അത് നമ്മുടെ പെർഫോമൻസിൻ്റെ മാറ്റിനെ കൂട്ടുന്നു. അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉള്ളിൽ നിന്ന് ലഭിക്കുന്നു. നമ്മുടെ ഫോക്കസ് അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഷൻ കൂട്ടുന്നു. ആപൽഘട്ടങ്ങളിൽ പുതിയ ഉണർവും ഉന്മേഷവും ആരോഗ്യമൊക്കെ ലഭിച്ച് നമ്മുടെ ജീവിതത്തെ തന്നെ സംരക്ഷിക്കുന്നതിന് അത് ഒരു നല്ല പരിധിവരെ നമ്മളെ അതിന് സഹായിക്കുന്നു. പക്ഷേ എല്ലായ്പ്പോഴും നിരന്തരം ഈ എമർജൻസി മോഡിൽ നമ്മുടെ ശരീരമായാൽ എങ്ങനെയിരിക്കും? അത് തീർച്ചയായിട്ടും അപകടം തന്നെ വിളിച്ചു വരുത്തും. അത് നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് കേടുപാടുകൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. സ്ട്രെസ്സിന് ഉത്തരവാദിയായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പ്രധാന അവയവം എന്ന് പറയുന്നത് തലച്ചോർ തന്നെയാണ്. തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ശ്രദ്ധ തരുന്നതും ഏകാഗ്രത തരുന്നതുമായിട്ടുള്ള തലച്ചോറിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ വികാര വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നതും അത് നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ ചില ഗ്രന്ഥികൾ, ഈ ഗ്രന്ഥിയിൽ നിന്നും മറ്റ് ഗ്രന്ഥികളിലേക്ക് പോകുന്ന മെസ്സേജസ് അല്ലെങ്കിൽ സിഗ്നൽസ്, ഇതെല്ലാം കാരണം ചില രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ രാസപദാർത്ഥം കാരണമാണ് പല വ്യത്യാസങ്ങളും നമ്മുടെ ശരീരത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് നെഞ്ചിടിപ്പ് കണ്ടമാനം കൂടുക, കൈകാലുകൾ വിറയ്ക്കുക, അമിതമായിട്ട് വിയർക്കുക, തല കറങ്ങുന്നത് പോലെ തോന്നുക, ഛർദ്ദിക്കാൻ വരിക, ശ്വാസം മുട്ടുന്നത് പോലെ അനുഭവപ്പെടുക, ഗിഡിനസ് വരിക, വയറ് കമ്പിക്കുന്നത് പോലെ തോന്നുക മുതലായവയാണ് സാധാരണ ശാരീരിക ലക്ഷണങ്ങളായി കണ്ടുവരുന്നത്. അമിത ഭയം, ഉത്കണ്ഠ, വിഷാദം, ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്ക കൂടുതൽ, വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അമിത വിശപ്പ്, ഇവയൊക്കെയും ലക്ഷണങ്ങളായി കണ്ടുവരാറുണ്ട്. ഇതുകൂടാതെ നമ്മുടെ മറ്റ് ശാരീരിക അസുഖങ്ങൾ, ഉദാഹരണത്തിന് ഡയബറ്റിസ് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, അതായത് ബ്ലഡ് പ്രഷർ കൂടുന്ന അവസ്ഥ, മറ്റ് സൈക്കോസൊമാറ്റിക് ഇൽനെസ്സസ്, അതായത് ബ്രോങ്കിയൽ ആസ്തമ അല്ലെങ്കിൽ അലർജി, ഈ ശാരീരിക അസുഖങ്ങളൊക്കെയും അല്ലാത്ത രീതിയിലും പോകുന്നത് സാധാരണഗതിയിൽ സ്ട്രെസ് ഉള്ളപ്പോൾ കണ്ടുവരാറുണ്ട്. ഇതിൻ്റെ കാരണം ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺ കണ്ടമാനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ സ്ട്രെസ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ സിസ്റ്റംസിനെ ബാധിക്കാറുണ്ട്. അതായത് നെർവ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം, അങ്ങനെ വിവിധ പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കാറുണ്ട്. അത് കാരണമാണ് സ്ട്രെസ്സ് കാരണം നമ്മുടെ മറ്റ് അസുഖങ്ങളും മോശമായ രീതിയിൽ പോകാനുള്ള റീസൺ. നമുക്ക് സ്ട്രെസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും ഒരു മോചനം സാധ്യമാണോ, അല്ലെ അത് ഒഴിവാക്കി നമുക്കൊരു ജീവിതം സാധ്യമാണോ എന്നുള്ളത്. നമ്മുടെ ജീവിതകാലത്ത് സ്ട്രെസ് ഇല്ലാതെയുള്ള ഒരു ജീവിതം നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. ഒന്നാമതായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന എല്ലാ സ്ട്രെസ്സിൻ്റെ സാഹചര്യങ്ങളും നമ്മൾ ഒഴിവാക്കണം. നാം തന്നെ ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾക്ക് സ്ട്രെസ്സ് കണ്ടമാനം ഉണ്ടാകുന്നത് എന്ന്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ദിനചര്യയിൽ അടുക്കും ചിട്ടയും വരുത്തിയാൽ നല്ലൊരു പരിധിവരെ സ്ട്രെസ്സ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് സ്കൂളിൽ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ അപ്ഡേറ്റ് ആയിട്ട് പോർഷൻസ് കവർ ചെയ്യാതെ അവസാന ദിവസത്തേക്ക് കൂട്ടിവെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും ഉത്തരവാദിത്തങ്ങളെല്ലാം ലാസ്റ്റ് നിമിഷത്തേക്ക് നീക്കി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അവസാന നിമിഷത്തിൽ സ്ട്രെസ്ഡ് ഔട്ട് ആകും. അങ്ങനെയല്ലാതെ നമ്മൾ അടുക്കും ചിട്ടയുമായിട്ട് ആദ്യം മുതൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് സാഹചര്യം അതിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ തന്നെ ഏറ്റെടുത്ത് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലൊരു പരിധിവരെ നമുക്ക് സ്ട്രെസ്സിൽ നിന്നും മോചനം നേടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പറയേണ്ട സാഹചര്യത്തിൽ തന്മയത്വത്തോടെ നോ പറയാൻ പഠിച്ചാൽ നല്ലൊരു പരിധിവരെ നമുക്ക് സ്ട്രെസ്സിൽ നിന്നും ഒഴിവായി പോകാൻ പറ്റും.
നമ്മൾ നല്ല തിരക്കുള്ളപ്പോൾ അല്ലെങ്കിൽ നമുക്ക് സാധ്യമല്ലാത്ത സമയത്ത് നമ്മുടെ സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളോ എന്തെങ്കിലും ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ നമുക്ക് നോ പറയാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം കൂടെ നമ്മുടെ തലയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ട്രെസ്സിൻ്റെ അളവ് കൂടും. ഇത്തരം ഘട്ടങ്ങളിൽ മുഷു ഉണ്ടാക്കാതെ തന്മയത്വത്തോടെ നമ്മുടെ നയം വ്യക്തമാക്കി അവരോട് നോ പറയാനായിട്ട് നാം പഠിച്ചിരിക്കണം. ഇത്തരം ടിപ്സ് ഉണ്ടെങ്കിൽ ഇത് പ്രാവർത്തികമാക്കുവാണെങ്കിൽ നല്ലൊരു ശതമാനം വരെ സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു പോകാനായിട്ട് പറ്റും. സമയക്ലിപ്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പരിശീലനം നാം നേടിയെടുക്കേണ്ടത് ആവശ്യമാണ്. അതായത് പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്ത് പോയാൽ നല്ലൊരു പരിധിവരെ സ്ട്രെസ്സിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് പറ്റും. ചില ചർച്ചകൾ നമുക്ക് വേദന ഉണ്ടാക്കാറുണ്ട്. അത് നമ്മളെ അസ്വസ്ഥരാക്കാറുണ്ട്, അത് കേട്ട് നിൽക്കുന്നവരെയും അസ്വസ്ഥരാക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ മതപരമായിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അതൊരു സ്ട്രെസ് ഉണ്ടാകുന്നതിനും റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നതിനും ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ഘട്ടങ്ങൾ, ഇത്തരം ചർച്ചകളൊക്കെ ഒഴിവാക്കി പോയാലും നമുക്ക് സ്ട്രെസ് അവോയ്ഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും. രണ്ടാമതായിട്ട് സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വികാരങ്ങളെ അടക്കിപ്പിടിച്ച് ബോട്ടിലപ്പ് ചെയ്ത്, അതായത് ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക് പലതവണ കുലുക്കുമ്പോൾ അതിനകത്തുള്ള ഗ്യാസ് ഇങ്ങനെ മൗണ്ട് ചെയ്തിട്ട് ഒരു ചെറിയ ഓട്ടയുള്ളപ്പോൾ അത് വളരെ ശക്തിയോടെ ചീറിപ്പാഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നത് മാതിരി നമ്മുടെ വികാരങ്ങളെ വളരെയധികം അടക്കിപ്പിടിച്ചാൽ അത് ഒരു ഫൈൻ മൊമെൻറ്റിൽ അത് പൊട്ടിത്തെറിച്ച് ഒരു വലിയ പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ ഒരു വലിയ കരച്ചിലോ ഒക്കെ ചെന്ന് അവസാനിക്കാറുണ്ട്. അങ്ങനെ വരാതെ നമ്മുടെ വികാരങ്ങളെ നമ്മൾ അടക്കിപ്പിടിക്കാതെ അത് മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യാനും തുറന്ന ചർച്ചയ്ക്കും അല്ലെങ്കിൽ സ്നേഹ സംഭാഷണത്തിനും നമ്മൾ തയ്യാറാകണം. അതുപോലെ തന്നെ കോംപ്രമൈസ് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോംപ്രമൈസിനും തയ്യാറാവണം. ചില ഘട്ടങ്ങളിൽ സ്ട്രെസ്സിനെ നമുക്ക് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സാഹചര്യത്തെ മാറ്റിമറിക്കാനും സാധ്യമല്ല. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ സ്ട്രെസ്സുമായി പൊരുത്തപ്പെട്ടു പോവുകയാണ് വേണ്ടത്. അതായത് നമ്മുടെ പ്രശ്നത്തെ പുതിയ രീതിയിൽ അതിനെ കാണാനായിട്ട് പഠിക്കുക. നമ്മുടെ പ്രശ്നത്തെ റീഫ്രെയിം ചെയ്ത് പഠിക്കുക. അതിനെ പൊളിച്ചടുക്കി മറ്റൊരു ആംഗിളിൽ അതിനെ കാണാനായിട്ട് നാം ശ്രമിക്കുക. ഉദാഹരണത്തിന്, ജർമ്മനിയുടെ രാജാവായ ഹിറ്റ്ലർ ശത്രു സൈന്യം തൻ്റെ രാജ്യത്തിൻ്റെ ചുറ്റും തമ്പടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പടയാളി ഇപ്രകാരം പറയുകയുണ്ടായി: സർ, we are surrounded by enemies from all sides. അപ്പോൾ ഹിറ്റ്ലർ പറഞ്ഞത്, എക്സലൻറ്റ്, we can attack in all directions. പറഞ്ഞതിൻ്റെ അർത്ഥം, സോൾജർ നോക്കിയപ്പോൾ അതൊരു വലിയൊരു ടെൻഷനായിട്ടും അല്ലെങ്കിൽ അതൊരു വലിയ താങ്ങാൻ പറ്റാത്തൊരു സ്ട്രെസ്സായിട്ടും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഉണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ വശത്തു നിന്നും നമ്മളെ ശത്രുക്കൾ ആക്രമിക്കുന്നു എന്നുള്ളൊരു ഭയാനകമായിട്ടുള്ളൊരു മെസ്സേജ് കൊടുത്തത്. പക്ഷേ ഹിറ്റ്ലർ അതിനെ കണ്ടത്, നന്നായി, നമുക്ക് എല്ലാ വശത്തോട്ടും ഒരുപോലെ അറ്റാക്ക് ചെയ്യാം എന്നുള്ളൊരു പോസിറ്റീവ് പേഴ്സ്പെക്റ്റീവായിട്ട് ഹിറ്റ്ലർ അതിനെ മാറ്റിയെടുത്തു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ കാര്യങ്ങളെ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ഇനി സ്ട്രെസ്സിനെ ലഘൂകരിക്കുന്ന ചില ചില്ലറ പൊടിക്കൈകൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് ചിട്ടയായിട്ടുള്ള വ്യായാമം, വിഗറസ് എക്സസൈസസ്. അതിനകത്ത് സ്വിമ്മിങ്, നീന്തൽ, ഡാൻസിങ്, നൃത്തം അല്ലെങ്കിൽ ജോഗിങ് ഇതൊക്കെയും ഉൾപ്പെടും. ഇത്തരം എക്സസൈസസ് നാം ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിൽ സന്തോഷം തരുന്ന, അല്ല മനസ്സിന് സന്തോഷം തരുന്ന, ഒരു ഊഷ്മളത തരുന്ന നല്ലൊരു ഫീൽ ഉണ്ടാക്കുന്ന രാസപദാർത്ഥം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത് തന്നെയല്ല, റിലാക്സ് ചെയ്യുന്ന എക്സസൈസസ്, ഡീപ്പ് ബ്രീതിങ് എക്സസൈസസ് ഉണ്ട്, ഡീപ്പ് അബ്ഡോമിനൽ ബ്രീതിങ് എക്സസൈസസ് ഉണ്ട്. ഇതൊക്കെ നാം പഠിച്ച് അതൊക്കെ നാം പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ശതമാനം വരെ സ്ട്രെസ് ലഘൂകരിക്കുന്നതിന് നമുക്കത് സഹായപ്രദമായിട്ട് മാറും. രണ്ടാമതായിട്ട് ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണ്. അമിതവണ്ണവും അമിതമായിട്ടുള്ള തൂക്കക്കുറവും സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നതിന് യോജിച്ച ശരീരഘടനകളല്ല. അതുകൊണ്ട് നമ്മുടെ ആഹാരത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ കാരണം, കുഞ്ഞിലെ ഒരു കുട്ടി കരയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് സങ്കടപ്പെടുമ്പോൾ അമ്മമാർ അതിന് ചോക്ലേറ്റോ അല്ലെങ്കിൽ മറ്റു മധുരമോ ബിസ്ക്കറ്റോ ഒക്കെ കൊടുത്ത് ശീലിപ്പിക്കും. അപ്പോൾ കുഞ്ഞ് പഠിച്ചെടുക്കും, എപ്പോഴൊക്കെ ഞാൻ സ്ട്രെസ്ഡ് ആയാലും എപ്പോഴൊക്കെ എനിക്ക് കരച്ചിൽ വന്നാലും ഭക്ഷണം അമിതമായിട്ട് കഴിക്കണമെന്ന്. ഇത് കാരണം തന്നെയാണ് നാം വലുതാവുമ്പോഴും സ്ട്രെസ്സ് വരുമ്പോൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ, പ്രത്യേകിച്ചും കാർബോഹൈഡ്രേറ്റ്, മധുരം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ഒരു വ്യഗ്രത വരുന്നത്. അതൊരിക്കലും പാടില്ല. അതുപോലെ തന്നെ സ്ട്രെസ്സ് വരുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നതിനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. കഴിക്കാതെ ഇരിക്കുക അല്ലെങ്കിൽ ഊണ് സ്കിപ്പ് ചെയ്യുക, ഇതൊന്നും തന്നെ ശരിയായിട്ടുള്ള ഒരു ശീലമല്ല. അതുപോലെ തന്നെ നാം ഒഴിവാക്കേണ്ടത് തീർച്ചയായിട്ടും ഒഴിവാക്കിയിരിക്കണം. ഉദാഹരണത്തിന്, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, കഫെയിൻ അടങ്ങിയ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പാനീയങ്ങൾ, കാപ്പി, ചായ ഇവയുടെ അമിതമായിട്ടുള്ള ഉപയോഗങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് പോകേണ്ടത് ആവശ്യമാണ്.
അടുത്തതായിട്ട് ആധ്യാത്മികത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി. പ്രാർത്ഥന, ധ്യാനം, മെഡിറ്റേഷൻ, യോഗ ഇവയൊക്കെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് വളരെയധികം സഹായപ്രദമാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, സ്ട്രെസ്സിൻ്റെ പേരിൽ ഏറ്റവും അധികം മാനിപ്പുലേഷനും മുതലെടുപ്പും നടക്കുന്നൊരു മേഖലയാണ് ഈ ആധ്യാത്മികത. അതുകൊണ്ട് അത് കെയർഫുള്ളായിട്ട് സേഫായിട്ട് ഉപയോഗിക്കാനായിട്ട് നാം പഠിച്ചിരിക്കണം. അടുത്തതായിട്ട് നർമ്മത്തിൻ്റെ പ്രാധാന്യമാണ്. നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്ട്രെസ്സിനെ ലൈറ്റൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഒരുപാട് സഹായിക്കും. തമാശയുള്ള സിനിമകൾ കാണുക, അല്ലെങ്കിൽ തമാശ പറയുന്ന കൂട്ടുകാരുമായിട്ട് സമയം ചിലവാക്കുക, ഇതൊക്കെയും നമ്മുടെ മൂഡിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിനും നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സിനെ കുറയ്ക്കുന്നതിനും വളരെയധികം സഹായിക്കും. മറ്റുള്ളവരുമായിട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മറ്റൊരു പ്രധാന മാർഗം. സാധാരണഗതിയിൽ സ്ട്രെസ്സ് വരുമ്പോൾ ഉൾവലിയപ്പെടാനുള്ളൊരു ടെൻഡൻസി വളരെ കൂടുതലാണ്. അതുണ്ടാകാൻ പാടില്ല. മറിച്ച് നാം കുടുംബാംഗങ്ങളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും ഒക്കെയും നല്ലൊരു നെറ്റ്വർക്ക് സ്ഥാപിച്ചെടുക്കുക. നെറ്റ്വർക്ക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ സോഷ്യൽ നെറ്റ്വർക്ക് സിസ്റ്റം അല്ല, സ്ക്രീനിലൂടെയുള്ളൊരു ബന്ധവുമല്ല, 1-to-1 ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ളൊരു കോണ്ടാക്റ്റ് വേണം നാം കണ്ടെത്താനായിട്ട്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഡിസ്ട്രാക്റ്റ് ചെയ്ത് പോകുന്നതിനും നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം വിപുലീകരിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൻ്റെ കയറ്റ ഇറക്കങ്ങൾ തന്മയത്വത്തോടെ ഹാൻഡിൽ ചെയ്യുന്നതിനും അത് നമ്മളെ വളരെയധികം സഹായിക്കും. നല്ല ഉറക്കം വളരെയധികം ആവശ്യമാണ്. നല്ല ഉറക്കം എന്ന് പറയുമ്പോൾ ചിലർക്കത് 6 മണിക്കൂറാവാം, ചിലർക്കത് 8 മണിക്കൂറാകാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫ്രഷായിട്ടിരിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ഉറങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. ഉറക്കക്കുറവുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകേണ്ടതും ആവശ്യമാണ്. അതിനായിട്ട് കൃത്യസമയത്ത് ബെഡിലേക്ക് പോകുക, കൃത്യസമയം തന്നെ രാവിലെ എഴുന്നേൽക്കുക, വൈകി TV അല്ലെങ്കിൽ മൊബൈലൊക്കെ കണ്ടുകൊണ്ടിരിക്കാതിരിക്കുക, കഫേൻ അടങ്ങിയ ശീതള പാനീയങ്ങൾ അല്ലെങ്കിൽ മറ്റു പാനീയങ്ങൾ 6 മണിക്ക് ശേഷം ഉപയോഗിക്കാതെ ഇരിക്കുക. ഇത്തരം ചില ടെക്നിക്സ് കൊണ്ട് നല്ല ഉറക്കം നമുക്ക് കൈവരിക്കാനായിട്ട് സാധ്യമാകും. അടുത്തതായിട്ട് ഒഴിവു സമയങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് പഠിക്കുക. ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നാം ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, സർഗാത്മക കലകളെ വളർത്തിയെടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. അതൊരു പക്ഷേ ചിത്രരചനയാകാം, സംഗീതമാകാം, അല്ലെങ്കിൽ നൃത്തമാകാം, അല്ലെങ്കിൽ പൂന്തോട്ടം വളർത്തുന്നതാകാം, തയ്യലാവാം, എന്തു തന്നെ ആയിക്കോട്ടെ. ഇതൊക്കെയും നമ്മുടെ ടെൻഷൻ കുറയ്ക്കുന്നതിനും നമ്മുടെ മനസ്സ് ലൈറ്റാക്കി എടുക്കുന്നതിനും വളരെയധികം സഹായിക്കും. ഡോക്ടറെ സമീപിക്കാനായിട്ട് മടിക്കാതെ ഇരിക്കുക. ചില ഘട്ടങ്ങളിൽ സ്ട്രെസ്സ് നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന പോലെയും 1 ഇഞ്ച് പോലും നമുക്ക് മുന്നോട്ട് ചുവട് വെക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന പോലെയും നമ്മുടെ ജൈവ പ്രവർത്തനങ്ങളെ അത് സാരമായി ബാധിക്കുകയും തൽഫലമായിട്ട് മാനസികവും ശാരീരികവുമായ പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും ചെയ്യാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുകയാണെങ്കിൽ സ്ട്രെസ്സ് നിങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്ത് വിജയകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ ആഴ്ച ഹെൽത്ത് ഈസ് വെൽത്തിൽ നാം സ്ട്രെസ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. സ്ട്രെസ് എന്താണെന്നും അതിനെ എങ്ങനെ മറികടക്കാമെന്നുമുള്ള ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായിട്ടും അതിൻ്റെ ടിപ്സുമായിട്ടും നമുക്ക് വീണ്ടും കാണാം.